ആരോപണങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനും സംരക്ഷണ കവചമൊരുക്കി മുഖ്യമന്ത്രി. പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നയാളാണ്. അന്വേഷണ റിപ്പോർട്ട് വരാതെ ADGPക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. PV അൻവർ MLA സംശയനിഴലിൽ നിർത്തുന്നതുമായിരുന്നു പിണറായിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും PV അൻവർ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി പി ശശിയെ ശക്തമായി ന്യായീകരിക്കുന്നു. അതേപോലെ തന്നെ ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതോടൊപ്പം PV അൻവറിനെ തള്ളിപ്പറയാനും അദ്ദേഹം മടിക്കുന്നില്ല. പ്രജിത്ത് മോഹനൻ. ഫലത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ, അതായത് പി ശശിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ADGPക്ക് നേരിട്ട് ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള വിവിധ ആരോപണങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായും അൻവറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. കാരണം അൻവറിനെതിരെ നമ്മൾ പറയാതെ പറയുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ADGPയോടും പോലീസിനോടുമുള്ള പക തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് പോലീസിൻ്റെ മനോവീര്യം കെടുത്താനുള്ള ശ്രമങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുമ്പോൾ പൂർണ്ണമായും ADGPക്കെതിരെ വരുന്ന ആരോപണങ്ങളെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു. അതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട്, അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് നേരിട്ട് പറയാതെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പി ശശിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അദ്ദേഹത്തെ നിയോഗിച്ചത് പാർട്ടിയാണ്, അദ്ദേഹം ചെയ്യുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ്, അവിടെ മറ്റൊരു ചർച്ചകൾക്കും സാധ്യതയില്ല, മറ്റൊരു ചർച്ചകൾക്കും അവിടെ പ്രസക്തിയില്ല എന്ന രീതിയിലുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതോടൊപ്പം അൻവറിനെ കൂടുതൽ വ്യക്തിപരമായി കടന്നാക്രമിക്കാനുള്ള ശ്രമവും മുഖ്യമന്ത്രി നടത്തി എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണാതെ പോകരുത്. മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നത് ഒരു പൊതുപ്രവർത്തകർ എങ്ങനെയാണ് ഈ ഫോൺ സംഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്യുകയും അത് പിന്നീട് പുറത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി ചോദിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ, അതൊരു ശരിയായ രീതിയാണോ എന്നുള്ളത് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് PV അൻവർ നടത്തിയ പരാമർശങ്ങൾ, അദ്ദേഹം ഇടതുപക്ഷക്കാരനല്ലാത്തത് കൊണ്ടാണ്, അദ്ദേഹം അത് ആദ്യം പാർട്ടിയെ അറിയിക്കണമായിരുന്നു, പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെയും അറിയിക്കാമായിരുന്നു, അതിനുശേഷം വേണമായിരുന്നു പരസ്യ പ്രതികരണങ്ങൾ വേണ്ടത്, അതെല്ലാം ഇടത് ലൈനിന് വിരുദ്ധമാണ്. ഈ ആദ്യ വാർത്താ സമ്മേളനം അൻവർ നടത്തുമ്പോൾ തന്നെ തൻ്റെ ഓഫീസിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് അൻവർ പറയുന്ന സമയത്ത് അൻവറിനെ ബന്ധപ്പെടാനുള്ള സംവിധാനം ഒരുക്കുകയും അൻവറിനോട് നേരിട്ടും തന്നെ ഒന്ന് കാണാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അൻവർ ഇതിന് തയ്യാറാകാതെ തുടർ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഇതും ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അതായത് PV അൻവറിൻ്റെ ആരോപണങ്ങൾ തെറ്റാണ്, PV അൻവറിൻ്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിമർശനങ്ങൾ തെറ്റാണെന്ന് പറയുന്നു. പിന്നീട് ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്, അതായത് ഈ ഒരു ഓൺലൈൻ മീഡിയയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്ഥാപകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ PV അൻവറിന് ADGPയോട് ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ദേഷ്യമുണ്ടായിരുന്നു, അത് യാഥാർത്ഥ്യമാണ്, താനും മനസ്സിലാക്കിയതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്, അത് കാര്യമായി പരിഗണിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു MLA ആണ്, ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് വരുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോലീസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ, വിജിലൻസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം നടപടി ഉണ്ടാകും, അല്ലാതെ യാതൊരു നടപടിയും ADGPക്കെതിരെ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട്. അതോടൊപ്പം തന്നെ അൻവർ ഫോൺ ചോർത്തി എന്ന് പറയപ്പെടുന്ന വെളിപ്പെടുത്തലിൽ അതിലും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. നടപടികൾ, ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ വരുമ്പോൾ അതിൽ അൻവർ ഉന്നയിച്ച നിലവിലത്തെ ആരോപണങ്ങളെല്ലാം തള്ളിപ്പോകാനുള്ള സാധ്യത തന്നെയാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അൻവർ ലക്ഷ്യം വെച്ചത് തന്നെയാണെന്ന ബോധ്യത്തിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിലാകെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് ഒരു ഇടതുപക്ഷ MLA തന്നെ, CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചൊരു MLA തന്നെ, ജയിച്ച ഒരു MLA തന്നെ കാരണക്കാരനായി എന്നുള്ളത് മുഖ്യമന്ത്രിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്ര ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് പൊതുവേദിയിൽ വന്നത്. ആരെങ്കിലും ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ശക്തമായി ന്യായീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് കണ്ടത്. അതേപോലെ തന്നെ ADGPക്ക് എതിരെ അന്വേഷണം വരട്ടെ, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ടാവാം നടപടി എന്ന് പറയുന്നു. പക്ഷേ അന്വേഷണ റിപ്പോർട്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു SP സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു.